ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ടല്ലേ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അമ്മേ, സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതെന്നെ മതി എനിക്ക് എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ സച്ചിനെ കാണിക്കുന്നുണ്ട്. സച്ചി നമ്മുടെ പാർലറേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്, മഴ വരും എന്ന് പറയുന്ന പോലെ മഴ വരുന്നില്ല. അതുപോലെയാണ് പാർലറേട്ടത്തിൻ്റെ അച്ഛൻ്റെ കാര്യം. അച്ഛൻ വരും എന്ന് പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ വരും, അച്ഛനും അമ്മയും ആരും വരുന്നുമില്ല. എന്താണ് ഇതിൻ്റെ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ഇവ ഇപ്പം അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്, ആൻറ്റി ഇപ്പം അതൊക്കെ മറന്നിട്ടേ ഉള്ളൂ, അങ്ങനെയൊക്കെ അവൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ സച്ചി ശ്രുതിയോട് കാശിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടല്ലേ, അച്ഛനും അമ്മയും വരാത്ത പോലെയൊക്കെ ആവുമോ കാശിൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ ചന്ദ്രനെ കാണിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ശ്രീകാന്ത് വരാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ടല്ലേ, അമ്മയ്ക്ക് ശരിക്കും ശ്രീകാന്ത് വരാത്തതിലല്ല വിഷമം, നമ്മുടെ ആ പണക്കാരി പെണ്ണ് വരാത്തതിൻ്റെ പ്രശ്നമാണല്ലോ അമ്മയ്ക്ക്, അങ്ങനെയൊക്കെ ചന്ദ്രനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലേ സച്ചി. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ രേവതി, സച്ചി, ശ്രുതി എല്ലാവരും കൂടെ ചന്ദ്രയെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വർഷയെടുത്ത്, വർഷ നിൻ്റെ തീരുമാനം നീ ഉറപ്പിച്ചതാണോ? അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വീട്ടിലേക്ക് വരില്ല എന്ന് നീ ഉറപ്പിച്ച് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷയാണെങ്കിൽ അതിന് ഉത്തരം പറയുന്നില്ല. നമ്മുടെ ശ്രീകാന്തിനാണെങ്കിലോ വീട്ടിലേക്ക് പോകണമെന്നാണ്, പക്ഷേ നമ്മുടെ സച്ചി വന്ന് ചോദിച്ചപ്പോൾ വർഷ വരാണ്ട് ഞാൻ വരില്ല എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ തീരുമാനം അവസാനമായിട്ട് ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് എന്തായാലും വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം നമ്മുടെ വർഷയും ശ്രീകാന്തും തിരിച്ച് വീട്ടിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.